കോൺക്ലേവ് IFFKയിൽ ഇക്കൊല്ലം ഏറ്റവും കൂടുതൽ ക്രൗഡ് പൂളറായ പടങ്ങളിലൊന്നാണ്. ഈ സിനിമയ്ക്ക് സത്യത്തിൽ റിസർവ് ചെയ്യാനൊന്നും പറ്റില്ലായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിലാണ് ഫുൾ റിസർവേഷന് കംപ്ലീറ്റ് ആയത്. അപ്പൊ തന്നെ പടത്തിന്റെ ഒരു മികവ് മനസ്സിലാകുമല്ലോ. എഡ്വേർഡ് ബർഗർ സംവിധാനം ചെയ്ത് റാൽഫ് ഫൈൻസ്, കാർലോസ് ഡൈസ്, ഇസബെല്ല റോസലിനി തുടങ്ങിയവർ അഭിനയിച്ച കോൺക്ലേവ് എന്ന ഇംഗ്ലീഷ് മിസ്റ്ററി ത്രില്ലർ സിനിമയെ കുറിച്ചാണ് ഇന്ന്. ഹാർട്ട് അറ്റാക്ക് വന്ന് നിലവിലെ മാർപ്പാപ്പയുടെ മരണം സംഭവിച്ചതിന് ശേഷം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ നടത്തുന്ന കോൺക്ലേവിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ നല്ല കിടിലം പടം. കേൾക്കുമ്പോൾ ഇതൊരു മതപരമായ സിനിമ എന്ന് കേട്ട ചിലർക്കെങ്കിലും ഇത് കാണണോ എന്നൊരു സംശയം തോന്നും. അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ മെറ്റീരിയൽ മാത്രമാണോ എന്നൊരു സംശയവും തോന്നാം. ഒട്ടും മടിക്കേണ്ട, ധൈര്യമായിട്ട് കണ്ടോളൂ. വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സിനിമ. തികച്ചും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പടം. എത്ര വലിയ മാർപ്പാപ്പയാണെങ്കിൽ പോലും അസൂയ, കുശുമ്പ്, മത്സരബുദ്ധി, മറ്റൊരാളെ അടിച്ചു താഴ്ത്താനുള്ള ശ്രമം, സ്ത്രീകളെ നിശബ്ദരാക്കൽ, മറ്റു മതങ്ങളോടുള്ള അസഹിഷ്ണുത, ഇങ്ങനത്തെ മാനുഷിക വികാരങ്ങളൊക്കെയുള്ള വെറും പച്ചയായ മനുഷ്യൻ മാത്രമായിരിക്കുമെന്ന് സിനിമ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സോ ശക്തമായ പൊളിറ്റിക്സ് സംസാരിക്കുന്ന, തൊടാൻ ആൾക്കാർ ഭയക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഈ സിനിമ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മേക്കേഴ്സിന് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ തന്നെ കൊടുക്കണം. പീറ്റർ സ്ട്രോഗന്റെ സ്ക്രിപ്റ്റ് കിടലിനായിരിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിന്റെ മേക്കിങ്ങും ഗംഭീരമാണ്. ഈ ഒരു ടോപ്പിക്ക് ഒരു ത്രില്ലറായിട്ട് അതിനൊരു മിസ്റ്ററി ഒക്കെ കൊടുത്തൊരുക്കിയത് അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതിന്റെ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂഡ് സ്വഭാവമാണ് എനിക്ക് പടം കൂടുതൽ ഇഷ്ടപ്പെടാനായിട്ട് കാരണമായത്. ഒപ്പം കിടിലൻ പെർഫോമൻസ് ഉണ്ട്. കർദിനാൾ ലോറൻസ് ആയിട്ട് വന്ന റാൽഫ് ഫൈൻസ് ഗംഭീരമായിരുന്നു. ചില ഷോട്ട്സ് ഒക്കെ ഇങ്ങനെ മുഖമൊക്കെ എടുത്ത് കാണിക്കുമ്പോൾ വളരെ ചെറിയ സെറ്റിൽ ആയിട്ടുള്ള എക്സ്പ്രഷൻസിലൂടെ ക്യാരക്ടറിന്റെ ആ ഒരു പിരിമുറുക്കമൊക്കെ ഗംഭീരമായിട്ട് പുള്ളി അവതരിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മിക്കവാറും ഓസ്കാറിൽ പോകാനുള്ള സാധ്യതയുണ്ട്. മറ്റു കർദിനാൾമാരായിട്ട് വന്ന താരങ്ങളും സിസ്റ്റർ ആഗ്നസ് ആയിട്ട് വന്ന ഇസബെല്ല റോസലിനിയും എല്ലാവരും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. ടെക്നിക്കൽ സൈഡിലും ടോപ്പ് നോച്ച് ആയിട്ടുള്ള ഒരു പടമാണ്. കിടിലൻ BGM ആണ് എനിക്ക് ആദ്യം തന്നെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. വോൾക്കർ ബെൽട്ടർമൻ ആണ് ഇതിന്റെ മ്യൂസിക്. സ്റ്റീഫാൻ ഫണ്ടൈന്റെ ഛായാഗ്രഹണവും എടുത്തു പറയണം. ഓരോ ഫ്രെയിംസും കിടുവാണ്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അത്രയ്ക്ക് ഭംഗിയാണ്. എന്നാൽ അതേസമയം പടം ഏകദേശം ഒരു 90% ഇൻഡോറിലാണ് എന്നുള്ളതാണ് വേറെ സത്യം. ഇതിന്റെ എഡിറ്റിംഗ്, പ്രൊഡക്ഷൻ ക്വാളിറ്റി, ലൈറ്റിംഗ്, കളർ ഗ്രേഡിംഗ് ഒക്കെ സൂപ്പറാണ്. കുറിക്കൊള്ളുന്ന കുറേയധികം ഡയലോഗുകളും ഈ പടത്തിന്റെ പ്രത്യേകതയാണ്. സെർട്ടനിറ്റിയെ കുറിച്ച് പറയുന്നത്, സിസ്റ്റർമാരൊക്കെ ഇൻവിസിബിൾ ആണെന്ന് പറയുന്നത്, അങ്ങനെ കുറെ ഉണ്ട്. സത്യത്തിൽ ഇതിലെ ആ ഒരു ഇന്നസെന്റ് എന്ന ഒരു ക്യാരക്ടർ അതുപോലുള്ള ഒരു മാർപ്പാപ്പയൊക്കെ വരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതിയുള്ളവർ മാത്രമേ ഈ പടം കാണാവുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ നിങ്ങൾ കൂടുതൽ റിലീജിയസ് ഒക്കെ ആയിട്ടുള്ള ആളാണെങ്കിൽ ചില ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ യാഥാസ്ഥിതികരാണെങ്കിൽ അതൊന്ന് ഓർത്തുകൊള്ളുക. സാധാരണ ഇങ്ങനത്തെ മതവുമായിട്ട് ബന്ധപ്പെട്ട പടങ്ങളൊക്കെ വരുമ്പോൾ നേരത്തെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇപ്പോൾ ബൊഗൈൻ വില്ലയിലെ കർത്താവിന് സ്തുതി പാട്ട്, അല്ലെങ്കിൽ കാതലിലെ മമ്മൂട്ടിയുടെ ഹോമോസെക്ഷൽ ക്യാരക്ടർ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞ് അങ്ങനെ പടം റിലീസ് ആവുന്നതിന് മുമ്പ് തന്നെ ഇത് കേട്ടറിഞ്ഞ് റിവ്യൂ കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട മതപ്രമുഖരാണ്. എന്നാൽ ഇങ്ങനെ ഒരു പടം, ഈ ഒരു സിനിമ റിലീസായത് അറിഞ്ഞില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഒരു കിടിലൻ പ്രൊമോഷൻ പടത്തിന് കിട്ടിയേനെ. മിസ്ഡ് ഇറ്റ്. ആകമൊത്തം ടോട്ടലിൽ ഒരു ക്ലാസ് ആൻഡ് കിടു ത്രില്ലർ ഫിലിമാണ്. ക്രിട്ടിക്കുകളൊക്കെ ഒരുപാട് നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. എനിക്ക് നന്നായിട്ട് വർക്കായ പടമാണ്, ഇഷ്ടപ്പെട്ട സിനിമയാണ്. പടം ഡേറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. IFFKയിലെ തിരക്ക് മൂലം എനിക്ക് കാണാൻ പറ്റാതെ പോയ ഒരു സിനിമയാണ്. ഞാനും ഡേറ്റിലാണ് അതുകൊണ്ട് ഈ പടം കണ്ടത്. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി ഇന്റർനെറ്റിന്റെ ശക്തി ഉപയോഗിക്കുക. ഞാൻ IFFKയിൽ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഓരോ പടങ്ങളുടെയും റിവ്യൂ സെപ്പറേറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചാണ്. പക്ഷെ മിക്ക സിനിമകളും എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ലാത്തതുകൊണ്ട് ഫെസ്റ്റിവൽ മെറ്റീരിയൽ ആണ് മിക്കതും. സോ ചെയ്താലും അധികം പേര് കാണാൻ സാധ്യതയില്ല എന്ന് കരുതിയാണ് ചെയ്യാനിരുന്നത്. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. എന്തായാലും നിങ്ങൾ ഈ സിനിമ കോൺക്ലേവ് എന്ന പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.